എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ സൗമ്യ സരനാണ്. ഈ കുട്ടികൾക്ക് ഉണ്ടാവുന്ന കൊതുകടി പ്രശ്നം വലിയ ഒരു പ്രോബ്ലം തന്നെയാണ് അച്ഛനമ്മമാരെ സംബന്ധിച്ചിട്ട്. അതിൽ പല കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക്, പ്രത്യേകിച്ചിട്ട് ഈ കുറച്ച് അലർജിക് പ്രോൺ ആയിട്ടുള്ള കുട്ടികൾക്ക്, കൊതു വന്ന് ദേഹത്ത് ഇരുന്നാൽ തന്നെ പലപ്പോഴും അത് തടിച്ചു പൊന്തി അവിടെ ചൊറിഞ്ഞ് പൊട്ടി ഒരു ചെറുതായിട്ടുള്ള ഒരു ചെറിയ വ്രണമായി കുറച്ച് കഴിഞ്ഞ് അത് ഉണങ്ങിക്കഴിയുമ്പോൾ ഒരു മാർക്കായിട്ടൊക്കെ കയ്യും കാലും ഒക്കെ നിറച്ചിങ്ങനെ ബ്രൗൺ കളറിൽ മാർക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇതെങ്ങനെയാണ് ഒന്ന് ഒഴിവാക്കാൻ പറ്റുകയെന്ന് ധാരാളം അച്ഛനമ്മമാർ ചോദിക്കാറുണ്ട്. അതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വേറെയുണ്ട്. നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഡെങ്കുപ്പനി, അതുപോലെ തന്നെ മന്ത്, ഇതൊക്കെ പകർത്തുന്നത് കൊതുകുകളാണ്. അപ്പം അതുകൊണ്ട് വലിയവർക്കായാലും കുട്ടികൾക്കായാലും കൊതുകടി അത്ര സുഖമായിട്ടുള്ളൊരു കാര്യമല്ല, ഒട്ടും തന്നെ സേഫ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ കൊതുകടി എങ്ങനെ ഒഴിവാക്കാം, പ്രത്യേകിച്ച് കുട്ടികൾക്ക്? അതിൽ തന്നെ കൂടുതൽ പേരും ചോദിക്കാറുള്ളത് ഓഡോബോസ് പോലെയുള്ള മൊസ്കിറ്റോ റിപ്പല്ലൻറ്റുകൾ, നമ്മൾ ദേഹത്ത് ഇങ്ങനെ തേച്ച് കിടക്കുന്ന ക്രീമുകൾ വലിയ ആൾക്കാരെ പോലെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നതും ഇത് തന്നെയാണ്. കുട്ടികളിൽ എങ്ങനെയാണ് നമുക്ക് കൊതുകടി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക. ഒന്നാമത്തെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു തുണി, ക്ലോത്തിങ് തന്നെയാണ്. ഇപ്പോൾ കുട്ടികൾ പുറത്ത് പോകുന്നു, പ്രത്യേകിച്ച് വൈകുന്നേര സമയങ്ങളിലൊക്കെ അവർ പുറത്ത് കളിക്കാനും അവിടെ ഇവിടെയൊക്കെ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ചിട്ട് കുഞ്ഞു വാവന്മാരെ, ഇപ്പോൾ കളിക്കാൻ പോകാത്ത കുഞ്ഞു വാവന്മാരെ നിങ്ങൾ പുറത്തെടുത്ത് നടക്കാമെന്ന് വെക്കുക. അപ്പോൾ കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടുള്ള ക്ലോത്തിങ്, കയ്യും കാലും ഇതുവരെ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ക്ലോത്തിങ് തന്നെയാണ് കൊതുകടി കൊള്ളാതിരിക്കാനുള്ള ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള, ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു മാർഗ്ഗം. രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് കെട്ടി നിൽക്കുന്ന വെള്ളമില്ല എന്ന് ഉറപ്പുവരുത്തുകയാണ്. നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ ഇപ്പോൾ നല്ല ചൂടാണ്, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയും ഇവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. മഴക്കാലമാണെങ്കിൽ പലപ്പോഴും വെള്ളം അങ്ങോട്ട് ഒഴുകിപ്പോവും. പക്ഷേ ഇടയ്ക്ക് പെയ്യുന്ന മഴയാണ് ഏറ്റവും വലിയ അപകടം. അപ്പോൾ അത് ഒഴുകിപ്പോവില്ല, ഈ ഉള്ള സ്ഥലത്ത് കെട്ടി നിൽക്കും. പ്രത്യേകിച്ചിട്ട് ഈ ചിരട്ടകളിൽ അല്ലെങ്കിൽ ടയറിൽ, നിങ്ങളുടെ വീടിന് ചുറ്റും അങ്ങനെ നമ്മൾ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്ന പല സംഗതികളിലും ഈ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിലാണ് ഇങ്ങനെ കൊതുക് മുട്ടയിട്ടിട്ട് പെരുകുന്നത്. അപ്പം അതുകൊണ്ട് വീടിന് ചുറ്റും അങ്ങനെയുള്ള സംഭവങ്ങൾ, വെള്ളം കെട്ടി നിൽക്കുന്ന യാതൊന്നുമില്ല, സൺഷെയ്ഡൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെയൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയുണ്ടെങ്കിൽ അതെല്ലാം അവിടുന്ന് ഡ്രെയിൻ ചെയ്യാനുള്ള വഴികൾ നിങ്ങൾ കാണണം. പലപ്പോഴും വീടിന് ചുറ്റുമുള്ള ഈ സംഭവങ്ങൾ, ഈ ഫ്രിഡ്ജിൻ്റെ പിന്നിൽ പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഫ്രിഡ്ജിൻ്റെ പിന്നിൽ നമുക്ക് ഒരു വെള്ളം ഇങ്ങനെ ഡീഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ വെള്ളം പോകാനുള്ള ഒരു കണ്ടെയ്നർ ഉണ്ട്. ആ സംഭവമൊക്കെ വർഷങ്ങളായിട്ട് ക്ലീൻ ചെയ്യാത്ത ആൾക്കാരുണ്ട്. അതിൽ വരെ കൊതുക് മുട്ടയിട്ടിട്ട് പെരുകുന്നത് നമ്മൾ കാണാറുണ്ട്. സോ വെള്ളം എവിടെയും കെട്ടി നിൽക്കാൻ പാടുള്ളതല്ല, അത് വളരെ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊതുക് ബാറ്റ്. അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ചില്ലറക്കാരനൊന്നുമല്ല. ഏറ്റവും നന്നായിട്ട് നമുക്ക് കൊതുകിനെ ഇതാക്കാൻ പറ്റുന്നതാണ് കൊതുകിൻ്റെ ബാറ്റ്, കൊതുക് വല. എന്നാൽ കൊതുക് തിരികൾ ഒരിക്കലും ഞാൻ സജസ്റ്റ് ചെയ്യില്ല. പല സ്ഥലങ്ങളിലും ഈ കൊതുക് തിരി എന്ന് പറഞ്ഞ് നമ്മൾ ചന്ദനത്തിരി പോലെ കത്തിച്ച് വെക്കുന്നത്, അത് കുട്ടികൾക്ക് പ്രത്യേകിച്ചിട്ട് അത്രത്തോളം സേഫ് അല്ല. ഒരിക്കലും ഞാനത് സജസ്റ്റ് ചെയ്യില്ല. അതിന് പകരം നിങ്ങൾക്ക് വളരെ ഇഫക്റ്റീവായിട്ട് കൊതുക് വലകൾ ഉപയോഗിക്കാം കിടന്നുറങ്ങുമ്പോൾ. അതുപോലെ തന്നെ കൊതുക് ബാറ്റ് ഉപയോഗിച്ചിട്ട് കൊതുകുകളെ കൊല്ലാവുന്നതാണ്. അടുത്തതാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന ക്രീമുകൾ. നിങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യം, കുട്ടികൾക്ക് ഒഡോമോസ് പോലെയുള്ള ക്രീമുകൾ ഉപയോഗിക്കാൻ പറ്റുമോ? നമുക്ക് പറ്റും, പക്ഷേ നിങ്ങൾ അതിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 2 തരം ക്രീമുകളാണ് വിപണികളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത് വലിയ ആൾക്കാർക്കാണെങ്കിലും ശരി, കുട്ടികൾക്കാണെങ്കിലും ശരി. 2 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഒരു ക്രീമുകളും നിങ്ങൾ ഉപയോഗിക്കരുത്. ഓക്കെ, അപ്പോൾ 2 monthsന് താഴെയാണെങ്കിൽ ഒരു ക്രീമുകളും അല്ലെങ്കിൽ ഇങ്ങനെ സംഭവങ്ങളൊന്നും, സ്റ്റിക്കറുകളും, ഇപ്പോൾ ഇത് ക്രീമായിട്ട് തന്നെയല്ല, ഇത് പല രീതിയിലും വരുന്നുണ്ട്. റോൾ ഓൺ ആയിട്ട് വരുന്നുണ്ട്. അതായത് നമ്മളിങ്ങനെ ഡ്രസ്സിൻ്റെ ഒക്കെ മേലെ ഇങ്ങനെ തേച്ച് കൊടുക്കാൻ പറ്റുന്ന റോൾ ഓൺ ആയിട്ട് വരാറുണ്ട്, സ്റ്റിക്കറായിട്ട് വരാറുണ്ട്, ക്രീമായിട്ട് വരാറുണ്ട്. പല ഘടനകളിൽ ഇത് വരാറുണ്ട്. ഇതൊന്നും ലെസ് ദാൻ 2 months ഉള്ള കുട്ടികളിൽ പാടില്ല. മോർ ദാൻ 2 months ഉള്ള കുട്ടികളിൽ ഒരു അപ് ടു 15 years വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ തന്നെ 2 തരം ക്രീമുകളുണ്ട്. കെമിക്കൽ അടങ്ങിയിട്ടുള്ള ക്രീമുകളും നോൺ കെമിക്കൽ ആയിട്ടുള്ള ക്രീമുകളും. ഇതിൽ കെമിക്കലിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് പറയുന്നത് ഡൈഇഥൈൽ ടോളമൈഡ് എന്ന് പറയുന്ന ഡൈഇഥൈൽ ടോളമൈഡ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് ഇതിന് പ്രത്യേകമായിട്ട് ഈ പറയുന്ന ഒഡോമോസിലൊക്കെ അടങ്ങിയിരിക്കുന്നത്. ഇതിൽ തന്നെ അതിൻ്റെ കോൺസെൻട്രേഷൻ 30% താഴെയാണെങ്കിൽ ഇത് വളരെ സേഫായിട്ട് 2 മാസത്തിൽ മുകളിലുള്ള കുട്ടികളിൽ ഉപയോഗിക്കാവുന്നതാണ്. 30% താഴെയാവണം ഡൈഇഥൈൽ ടോളമൈഡിൻ്റെ കോൺസെൻട്രേഷൻ. ഓക്കെ, അഡൾട്ടിൽ അത് 30% മേലെ ആയാലും കുഴപ്പമില്ല. എന്നാൽ ഇപ്പോൾ കെമിക്കൽ സംഭവങ്ങളെ വേണ്ട എന്നുണ്ടെങ്കിൽ നോൺ കെമിക്കലായിട്ട്, ഇപ്പോൾ നമ്മൾ പെപ്പർമിൻറ്റ്, ലെമൺ ഗ്രാസ്, അങ്ങനെ സിട്രോണെല്ല, അങ്ങനെയുള്ള പല ചെടികളുടെയും കോൺസെൻട്രേറ്റ് എടുത്തിട്ട് നോൺ കെമിക്കലായിട്ടുള്ള ഹെർബലായിട്ടുള്ള മോസ്കിറ്റോ റിപ്പല്ലൻറ്റുകളും വിപണികളിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ കെമിക്കൽ വേണ്ട എന്നുള്ള ആളുകൾക്കാണെങ്കിൽ അത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിൽ പ്രത്യേകിച്ചിട്ട് കുറച്ചുകൂടി മൈൽഡറാണ്, അതൊക്കെ അത്രയും വീര്യമില്ല. പക്ഷേ അതിൻ്റെ ഇഫക്റ്റും മറ്റേൻ്റെ അത്ര ഉണ്ടാവില്ല. കാരണം
കെമിക്കൽ അടങ്ങിയിട്ടുള്ളതാവുമ്പോൾ അത് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആണ്. പക്ഷേ കെമിക്കൽ വേണ്ട എന്നുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ പെപ്പർമിൻറ്റും സിട്രോണല്ല അല്ലെങ്കിൽ ലെമൺ ഗ്രാസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഹെർബൽ മോസ്കിറ്റോ റിപ്പല്ലൻറ്റുകളും ഇത്തരത്തിൽ നിങ്ങൾക്ക് പേസ്റ്റ് ആയിട്ട് അവൈലബിൾ ആണ്. അത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഒഡോമോസ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നവരുടെ അടുത്താണ്. ഒഡോമോസ് കെമിക്കൽ മോസ്കിറ്റോ റിപ്പല്ലൻ്റ് ആണ്. അതിൽ ഡൈതൽ ടുളമൈഡ് അടങ്ങിയിട്ടുണ്ട്. അതിലൊരു കുഴപ്പമില്ല. അത് 30% താഴെയുള്ള ക്രീമുകൾ എടുത്ത് നിങ്ങൾക്ക് കുട്ടികൾക്ക് 2 മാസത്തിൽ കൂടുതലുള്ള കുട്ടികൾക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. സോ ഞാൻ ഇത് ഇപ്പോൾ പറയാൻ കാരണം നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഡെങ്കുവിന് വളരെയധികം അനുകൂലമാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴ, വലിയ ശക്തമായിട്ടുള്ള മഴ ഇല്ലാതിരിക്കുക, വെള്ളം കുത്തിയൊലിച്ച് പോകാനുള്ള സാഹചര്യം ഇല്ലാതിരിക്കുക, വെള്ളം കെട്ടിക്കിടക്കാനുള്ള സാഹചര്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൊതുകുകൾ പെരുകാനുള്ള സാധ്യതയും ഡെങ്കിപ്പനി ഇനി പടർന്നു പിടിക്കാനുള്ള ഒരു പ്രത്യേക സമയമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മോസ്കിറ്റോ റിപ്പല്ലൻ്റ് അല്ലെങ്കിൽ എങ്ങനെയാണ് കൊതുക് കടി പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള ഈ ഒരു വിവരം മാക്സിമം പേരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കണം കേട്ടോ, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ. ഓക്കെ, ബൈ.